പശ്ചിമ ബംഗാളിൽ കൂറുമാറ്റ ഭീഷണിയിൽ തൃണമൂൽ കോൺഗ്രസ്. മമതാ ബാനർജി വിളിച്ച നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് ഭൂരിഭാഗം എംഎൽഎമാരും വിട്ടുനിന്നു. തൃണമൂൽ നേതാക്കളെ ബിജെപി ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് മമതാ ബാനർജി ആരോപിച്ചു. പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് 2 എംഎൽഎമാരെ തൃണമൂൽ സസ്പെൻഡ് ചെയ്തു. വൈഎസ് അഭിനന്ദ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അഭിനന്ദ്, നമുക്കറിയാം പശ്ചിമ ബംഗാൾ ദീദി ഭരണമായിരുന്നു 15 വർഷം. അതിനുശേഷം ഇതാ ഇപ്പോൾ ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ബിജെപി പശ്ചിമ ബംഗാൾ കൂടി പിടിച്ചെടുക്കുകയായിരുന്നു. 80 എംഎൽഎമാർ അപ്പോഴുമുണ്ട് തൃണമൂൽ കോൺഗ്രസിന്. മമതാ ബാനർജി നേരിട്ട് വിളിച്ച യോഗത്തിലേക്ക് 80-ൽ 20 പേർ മാത്രം എത്തിയെന്ന് പറയുമ്പോൾ, 60 പേർ പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി വളരെ വലുതാണ്. 4-1 പേർ വിട്ടുനിന്നത് മമതയ്ക്ക് വലിയ ക്ഷീണവുമാണ്. എന്താണിപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് അവരുടെ എംപിമാർ പോലും ഇതാ തെരുവിൽ വലിയ കായികമായ ആക്രമണം നേരിടുകയാണ്. അപ്പോഴാണ് രാഷ്ട്രീയപരമായി കൂടി വലിയ തിരിച്ചടി അവിടെ മമതാ ബാനർജിയെയും പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയും അതോടൊപ്പം തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയെയും ഇല്ലാതാക്കുന്നത്. അല്ലേ അഭിനന്ദൻ? ഷിഗാസ്, രാഘവ് ചദ്ദ എന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ നേതാവിനെ അടർത്തിയെടുത്ത് ബിജെപിയിലേക്ക് എത്തിച്ച് കൂറുമാറ്റ നിരോധനമൊന്നും ഏൽക്കാതെ കൊണ്ടുപോയ ഒരു ശ്രമം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് തനി ആവർത്തനം പശ്ചിമ ബംഗാളിൽ നടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയം ഒന്നടങ്കം ഉന്നയിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ വലിയ തോൽവിയാണ് മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും ഏൽക്കേണ്ടി വന്നത്. 80 സീറ്റുകളിൽ ഒതുങ്ങേണ്ട സാഹചര്യമുണ്ടായി. 80 സീറ്റുകളിൽ ഒതുങ്ങിയ എംഎൽഎമാരെ കൂട്ടത്തോടുകൂടി ബിജെപിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്നലെ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമസഭാ കക്ഷി യോഗം അത് മമതാ ബാനർജി തന്നെ വിളിച്ചു ചേർത്തിരുന്നു. 20 പേർ മാത്രമാണ് പങ്കെടുത്തത്. 60 പേരും പങ്കെടുത്തില്ല. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ച് 2 എംഎൽഎമാരെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതോടെ നിയമസഭയിൽ തൃണമൂൽ കോൺഗ്രസ് എംഎൽഎമാരുടെ അംഗബലം അത് 78ആയി ചുരുങ്ങിയിട്ടുമുണ്ട്. ഇതിനോടകം തന്നെ പല കോർപ്പറേഷനിലെയും മുനിസിപ്പാലിറ്റികളിലെയും പഞ്ചായത്തിലെയും അടക്കം അംഗങ്ങൾ തൃണമൂൽ കോൺഗ്രസ് നിന്നും രാജിവെച്ച് ബിജെപിയിലേക്ക് ചേരുന്ന സാഹചര്യവുമുണ്ട്. ഈ എംഎൽഎമാരെ കൂട്ടത്തോടെ പിരിച്ചെടുക്കുക, ഒപ്പം തന്നെ 29 എംപിമാരുണ്ട്. ആ 20 എംപിമാരെയും പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അത് ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ജനപ്രതിനിധികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോകുന്നു എന്നാണ് മമതാ ബാനർജിയുടെ ആരോപണം. കൂറുമാറ്റം നിരോധന നിയമം ഒന്നും ഏൽക്കാതെ പരമാവധി ആളുകളെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ബിജെപിയുടെ ലക്ഷ്യം. അതോടുകൂടി തൃണമൂൽ കോൺഗ്രസിന്റെ പതനം അത് നേരിട്ട് കാണുക എന്നതാണ് ബിജെപി നേതൃത്വത്തിന്റെ അടക്കം തീരുമാനം. കടുത്ത പ്രതിരോധത്തിലാണ് യഥാർത്ഥത്തിൽ മമതാ ബാനർജി ഉള്ളത്. പ്രതിരോധിക്കാൻ അവർ പരമാവധി ശ്രമിക്കുന്നുമുണ്ട്. ബിജെപിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. തങ്ങളുടെ പാളയത്തിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇഡിയെ പേടിയാണെന്നൊക്കെ ഇപ്പോൾ മമതാ ബാനർജി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു വ്യാജ ഒപ്പിട്ടു എന്ന കേസിൽ അഭിഷേക് ബാനർജിയെ കൊടുക്കാനുള്ള ശ്രമം അത് തുടരുന്നുണ്ട്. CIDക്ക് മുന്നിൽ പക്ഷെ ഇന്നും ഹാജരായിട്ടില്ല. ഒരു 4-അംഗ സംഘത്തെ ഇപ്പോൾ സർക്കാർ നിയമിച്ചിരിക്കുകയാണ് ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടി. വ്യാജ ഒപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചാൽ ഉടൻ തന്നെ അഭിഷേക് ബാനർജിയെ പൂട്ടുമെന്നാണ് നിലവിൽ സർക്കാർ വൃത്തങ്ങളടക്കം വ്യക്തമാക്കുന്നത്. ഇനി എന്തായാലും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാവി എന്ത്, പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ ഇനി എന്താണ് TMC എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് നിലവിലുള്ളത്. തൃണമൂൽ കോൺഗ്രസ് തകർന്നാൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ എങ്ങനെ ബാധിക്കും, ഇന്ത്യ സഖ്യത്തിലടക്കം അത് എന്ത് ചലനം സൃഷ്ടിക്കുമെന്നുള്ള ചോദ്യം നിലവിൽ ബാക്കിയാണ്. ബിജെപിയുടെ ഓപ്പറേഷൻ ലോട്ടസ് അത് നന്നായി തന്നെ പശ്ചിമ ബംഗാളിൽ തുടരുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം. ഷിഗാസ്, ശരി, വൈഎസ് അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.